വചനോത്സവം ഓൺലൈൻ ഈശോയുടെ തിരുമുഖത്തെ ആരാധിക്കുന്ന, ഈശോയുടെ തിരുവചനത്തെ സ്നേഹിക്കുന്ന തിരുമുഖ ആരാധനയിലേക്ക് ഇന്നേ ദിവസം രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പായി നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. സ്നേഹം നിറഞ്ഞവരെ, ഓരോ ദിവസത്തിലും നമ്മൾ ഓരോരോ പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നുണ്ട്. എപ്പോഴും എന്തെങ്കിലും പ്രവൃത്തികൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോഴും ആ പ്രവൃത്തിയായിട്ട് അത് പുറമെ വരുന്നതിന് മുൻപ് ആ പ്രവൃത്തികളെ പറ്റിയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട്. നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരുന്നു, ഇന്നേ ദിവസം പ്രഭാതത്തിൽ നമ്മൾ ഇന്ന ഭക്ഷണം നമ്മൾ ഉണ്ടാക്കണം. ആ മനസ്സിൽ ആ ചിന്ത വന്നതിന് ശേഷം നമ്മൾ ആ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വിചാരിച്ച് ആ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുവാൻ അതിനുള്ള ഓരോ കാര്യങ്ങളും അടുപ്പിക്കുകയും ആ ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യും. ഇന്നേ ദിവസം മനസ്സിൽ ഒരാളെ വിളിക്കണമെന്നൊരു ഓർമ്മ വരുന്നു. അതിനുശേഷം ആ ആളെപ്പറ്റി ഓർമ്മ വന്നതിന് ശേഷം ഇന്ന സമയത്ത് വിളിക്കണം, വൈകുന്നേരം 4 മണിയാകുമ്പോൾ വിളിക്കാം എന്ന് ചിന്ത വരുന്നു. അങ്ങനെ വൈകുന്നേരം 4 മണിയാകുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ ഫോണിൽ വിളിക്കുകയാണ് ചെയ്യുക. ഇന്നേ ദിവസം രാത്രിയിൽ നമുക്കൊരു പെട്ടെന്ന് ഓർമ്മ വരികയാണ്, നാളെ രാവിലെ 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഇന്ന വ്യക്തിയുടെ വീട്ടിൽ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു വിവാഹമാണ്, അവിടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മ വരികയും അതിനനുസരിച്ച് 2 ദിവസം കഴിയാൻ നേരം നമ്മൾ ആ വീട്ടിൽ പോയി വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോരോ ചിന്തകൾ, ആഗ്രഹങ്ങൾ, സങ്കല്പങ്ങളൊക്കെ വയ്ക്കുകയും അത് പ്രവൃത്തിയായിട്ട് രൂപപ്പെടുത്തി വരികയും ചെയ്യുകയാണ്. എങ്കിൽ ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ പരിശുദ്ധി നിറഞ്ഞതായിരിക്കണം. പരിശുദ്ധി നിറഞ്ഞ പ്രവൃത്തികൾ എപ്പോഴും ചെയ്യണമെന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ ദിവസവും ഈശോ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട്, ഈശോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ പരിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന വഴിയായിട്ട് നമുക്ക് ഓരോ ദിവസവും വിശുദ്ധിയുള്ള പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഈശോ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ എപ്പോഴും വിശുദ്ധിയുള്ള ചിന്തകളും ആഗ്രഹങ്ങളും സൂക്ഷിച്ച് നിറച്ചു വയ്ക്കുവാനായിട്ട് സാധിക്കണം. നമുക്കറിയാം, നമ്മളൊക്കെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഒത്തിരിയേറെ ആയുധങ്ങൾ നമ്മുടെ ആയുധപ്പുഴയിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ആത്മാവിനെ കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി, ആത്മാവിനെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ വിശുദ്ധിയുള്ള ചിന്തകൾ കൊണ്ട്, വിശുദ്ധിയുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ള് നിറച്ചു വയ്ക്കണം. അങ്ങനെ അശുദ്ധമായിട്ടുള്ള ചിന്തകളും വിചാരങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ചോദിച്ച്, ഈശോയുടെ കൃപ ചോദിച്ച്, പരിശുദ്ധാത്മാവുകൊണ്ട് പ്രാർത്ഥിച്ച് ആ ചിന്തകളും ആഗ്രഹങ്ങളും എപ്പോഴും മാറ്റിവെക്കണം, അത് അകറ്റിക്കളയണം. അങ്ങനെ വിശുദ്ധിയുള്ള ചിന്തകൾ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതുവഴി വിശുദ്ധിയുള്ള പ്രവൃത്തികൾ ചെയ്യും. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുകയാണ്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധരായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ, സ്നേഹത്തോടെ നമ്മളെ വിളിച്ച ഈശോ പരിശുദ്ധനായിരിക്കുന്ന പോലെ, ഈശോയെ സ്നേഹിക്കുന്ന നമ്മളും പരിശുദ്ധിയുള്ള പ്രവൃത്തികൾ ചെയ്യണം, പ്രവൃത്തികളിൽ പരിശുദ്ധരായിരിക്കണം. ഈ കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദേവ
കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങളെ വിളിച്ചു, ഞങ്ങളെ സ്നേഹിച്ചു. ഈശോയെ, ഞങ്ങളും അങ്ങയെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കർത്താവെ, അങ്ങ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ ദിവസവും ഞങ്ങളുടെ പ്രവൃത്തികളിൽ പരിശുദ്ധിയുള്ളതാക്കി മാറ്റുവാൻ, പരിശുദ്ധിയുള്ള വിശുദ്ധിയുള്ള പ്രവൃത്തികൾ ചെയ്ത് അങ്ങയെ സ്നേഹിച്ചു മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ കൃപയ്ക്ക് വേണ്ടി അങ്ങയുടെ സഹായം അപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ.